ഓക്കെ, നമുക്കപ്പോൾ ഇനി അടുത്ത ടീം എത്താൻ പോവാണ്. പ്രസാദ്, അടുത്ത ടീം എന്താണ്? നമ്മുടെ സുനിഷ അയ്യല്ലൂർ. സുനിഷ അയ്യല്ലൂർ എവിടെ? സുനിഷ അയ്യല്ലൂർ. സുനിഷ ഒളിച്ചു നിൽക്കാതെ വരൂ. സുനിഷ നമ്മുടെ കഥാകൃത്താണ്, കവയിത്രിയാണ്. കഥാരചനയ്ക്കും കാർട്ടൂണിനും പോയിട്ട് അവിടെ അങ്ങ് ഇരുന്ന് പോയോ? ഒരു പ്രശ്നം എന്താ അറിയോ, എല്ലാവരും ഇതുപോലുള്ള കളർ ഈ സ്റ്റേജ് പരിപാടി ഓൺലൈൻ സെറ്റായിട്ടുള്ള കളർ പരിപാടി എടുക്കുമ്പോൾ നമ്മുടെ പിള്ളേരിങ്ങനെ സാഹിത്യത്തിൻ്റെ ഇതിലേക്ക് വരുന്ന ആ പിള്ളേരെ എടുക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ കഥാരചനയിൽ പോയാൽ സംഗതി ഗംഭീരമായിരുന്നു. കഥാരചനയ്ക്ക് പെട്ടെന്ന് അങ്ങ് വിഷയം കൊടുക്കുന്നു, പിള്ളേരങ്ങ് 1 മണിക്കൂർ ഇരുന്ന് അങ്ങ് ആലോചിക്കുന്നു, പിന്നെ അങ്ങോട്ട് കഥ അങ്ങ് വരികയാണ്. ഈ കാർട്ടൂണൊക്കെ ആകുമ്പോൾ തന്ത വൈബായിരുന്നു വിഷയം. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ വീട്ടുകാരെ ആലോചിക്കുകയാണ്, വീട്ടിലെ തന്തമാരെയൊക്കെ ആലോചിച്ചിട്ടാണ് പിള്ളേർ കാർട്ടൂൺ വരച്ചതെന്നൊക്കെ പറയുമ്പോൾ നല്ല രസകരമായ ഒരു സാധനമായിരുന്നു. സുനിഷ അതൊരു കവിത്വമുള്ള ഒരു പാക്കേജ് ആക്കിയെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുനിഷ അവിടെ പോയി കണ്ടത് എന്താണെന്ന് നോക്കാം. നമ്മൾ ആരും ആ ഏരിയക്ക് അതല്ല കേട്ടോ, ഇത് കണ്ടത് അതല്ല. ഇവിടെ ആ വേദിയിൽ പോയപ്പോൾ കുറച്ച് കുട്ടികളെ, നമ്മൾ സാധാരണ ഇവിടെ ഒരുപാട് ക്യാമറക്കാരുണ്ടല്ലോ, അവിടെ 2 കുട്ടികളെ ക്യാമറ കണ്ണിലാക്കിയേക്കുക. നമ്മൾ ഈ സ്കൂൾ വിക്കിയുടെ പേജിൽ ഒരുപാട് കലോത്സവ വിഷ്വൽ കാണുന്നുണ്ട്. ആ വിഷ്വലൊക്കെ എടുക്കുന്നത് ഈ കുഞ്ഞു മക്കളായിട്ടുള്ള ആളുകൾ ക്യാമറ കൊണ്ടുപോകുന്നതാണ്. അതാണ് നമ്മൾ ഇന്ന് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുഞ്ഞൻ ക്യാമറകളുമായി ഓടി നടന്ന 2 പേരെ സുനിഷ കണ്ടു. ഇനി നമുക്കിവിടെ കണ്ടിട്ട് വരാം. ഒന്നുവിടാതെ കലോത്സവ കാഴ്ചകൾ ഒപ്പിയെടുക്കുകയാണ് കുഞ്ഞൻ ക്യാമറകൾ. ഒപ്പം കുഞ്ഞു വിരലിലെ ഒറ്റ ക്ലിക്കിൽ കളർ ചിത്രം തയ്യാർ. കൗതുക കാഴ്ചകൾ ക്യാമറ കണ്ണിലൂടെ ഒപ്പാൻ ലിറ്റിൽ കൈറ്റ്സ് കണ്ടെത്തിയ ക്യാമറ സ്റ്റുഡൻസ്. ഇവരാണ് ആ പറഞ്ഞ ക്യാമറ സ്റ്റുഡൻസ്, നിവർഷും ശിവനന്ദയും. ഇവർ ഇങ്ങനെ ക്യാമറയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഈ ക്യാമറ ഇതാക്കാനൊക്കെ പഠിച്ചത്? എങ്ങനെയാണ് അത്? നമ്മൾ ലിറ്റിൽ കൈറ്റിലാണ് സ്റ്റുഡൻസാണ്. അപ്പോൾ നമുക്ക് അവിടെ ക്യാമ്പ് പോലെ ക്ലാസ് നടത്തി പഠിപ്പിച്ചു തരും. ഇങ്ങനെയാണ്? എളുപ്പമാണോ ക്യാമറ പ്രവർത്തിപ്പിക്കാൻ? എളുപ്പമായിരുന്നു, എനിക്ക് എളുപ്പമായിരുന്നു. ഇഷ്ടമായിട്ട് വന്നതാണല്ലേ? ഈ കലോത്സവ വേദിയിലെത്തിയപ്പോഴേ എങ്ങനെയുണ്ട് ഈ ക്യാമറയിൽ പകർത്തിയപ്പോൾ? എല്ലാം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം വിക്കിയിൽ വരും അല്ലേ? സ്കൂൾ വിക്കിയിൽ വരും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആണെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? സ്കൂളിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, ഇവർക്ക് ഈ കലോത്സവമായിട്ടൊരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് നമ്മളെടുത്ത ഫോട്ടോസും എല്ലാം അപ്ലോഡ് ചെയ്ത് നമ്മുടെ പേരും സ്കൂളും എല്ലാം കൊടുക്കും. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നല്ലോ ഈ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്യാൻ പാകത്തിന് നിങ്ങളെടുത്ത ആ ഫോട്ടോ എന്താണെന്ന് ഓർമ്മയുണ്ട്? ഒരു ആളെ ഫേസ്, അവരെ ഇമോഷൻസ്. ഇവർ എന്ത് ഇമോഷനാണ് എടുത്ത് കാണിച്ചത്? ജയിക്കുമ്പോൾ ഇങ്ങനെ ഇവർ ചിരിക്കുന്നത്, സന്തോഷം, അങ്ങനെയൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് പഠിപ്പിച്ചപ്പോൾ സമയത്ത് ഈ ഒരു ക്യാമ്പിന് പോകാൻ പറ്റിയില്ല. പിന്നീട് ഒരു അല്ലാതെ ടീച്ചറും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഇതെല്ലാം ഫംഗ്ഷനും ഓരോന്നായിട്ട് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞാൻ ഓരോ പടങ്ങളെടുത്ത് ടീച്ചറിനെയൊക്കെ കാണിക്കുമ്പോൾ ടീച്ചറിന് കൊള്ളാം, നല്ല രസമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ രണ്ടുപേരും സെലക്ട് ചെയ്തത്. എല്ലാ വേദികളിലും ഇതുപോലെ ക്യാമറ സ്റ്റുഡൻസ് ചിത്രങ്ങൾ ഒപ്പിയെടുക്കും. സ്കൂൾ വിക്കിയിൽ ഈ ചിത്രങ്ങൾ നിറയും. കുഞ്ഞു കണ്ണുകൾ കണ്ട കാഴ്ചകൾ കുഞ്ഞു ക്യാമറ ഒപ്പിയെടുക്കും. ഒറ്റ ക്ലിക്കിൽ ചിത്രങ്ങൾ പകർത്തിയ ക്യാമറ സ്റ്റുഡൻസ് നിവർഷിനും ശിവനന്ദയ്ക്കും ഒപ്പം ഞങ്ങളുടെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനുമൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.